ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നമ്മുടെ നയനയും ഒക്കെ കൂടെ ചേർന്ന് അനന്തപുരിയിലേക്ക് പോവുക. കൂട്ടത്തിൽ നമ്മുടെ പുതിയ ഗസ്റ്റും ഉണ്ട്. വേറെ ആരുമല്ല, അനഘയും ചന്തുമോളും കൂടി. അപ്പോൾ ആരാണ് കൂടെ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഒരു ഗസ്റ്റ് മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഗസ്റ്റിനെ കാണാൻ. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദർശ് ഇങ്ങനെ ഇവരോട് പറയും കേട്ടോ. അപ്പോൾ അനഘയെ കാണുമ്പോൾ സന്തോഷിക്കുന്നവരാണ് അവിടെ കൂടുതലായിട്ടുള്ളതെന്നും എന്നാൽ അനഘയാണ് വരുന്നതെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെ അവിടെ ഉണ്ടെന്നും പറഞ്ഞ് അവർ ഉരുകി തീരട്ടെ എന്ന് നയന, പ്രത്യേകിച്ച് അഭിയെന്ന് പറയുന്നവൻ, അവനെ വെറുതെ വിടാൻ പാടില്ല എന്നും. അപ്പോൾ അനഘയ്ക്ക് ഭയങ്കര ദേഷ്യം. അപ്പോൾ അനഘയ്ക്ക് വിഷമമൊന്നും വേണ്ട, ഇനിയാണ് അവൻ ജീവിതം പഠിക്കാൻ പോകുന്നതെന്ന് നയന പറഞ്ഞു കൊടുക്കുക. ആരവനോട് ക്ഷമിച്ചാലും നവ്യേച്ചി അവനോട് ക്ഷമിക്കില്ല എന്നും പറഞ്ഞു. ആൻറ്റിയെ ഞങ്ങൾ വീടിനടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റിയെയും കൂട്ടി ഇവർ പോകുന്നു. ഈ സമയം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്ന് നമ്മൾ ആദർശിനെയും നയനയും കൂട്ടി ഇവിടെയുള്ളവരോട് പറയാതെ വന്നതുപോലെ നമ്മളോടും എന്തൊക്കെയോ ആദർശം നയനമോളും മറച്ചു വെക്കുകയാണല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇനി ആരെയാണോ എന്തോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞ് ജാനകി, എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലാത്ത ആരെയും അവർ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു മുത്തശ്ശൻ. അപ്പോൾ ജലജിയും ദേവയാനിയും ഇറങ്ങി വരിക. അവനും പറഞ്ഞതനുസരിച്ച് മുറിയൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരെ ഇവിടെ താമസിക്കാൻ വരികയാണെന്നുള്ളൊരു തോന്നലുണ്ടല്ലേ? താമസിക്കുന്നെങ്കിൽ ഇവിടെ അങ്ങ് താമസിച്ചോട്ടെ, അതിന് അർഹതയുള്ളവരായിരിക്കുമല്ലോ അവരിങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് മുത്തശ്ശൻ ജലജയോട് പറയാം. നിന്നോടൊന്നും പറഞ്ഞില്ലേ ദേവയാനി ചോദിച്ചപ്പോൾ ഒന്നും എന്നോട് പറഞ്ഞില്ല അമ്മയെന്ന് ദേവയാനി പറഞ്ഞു. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോടോ ജയനോടോ അജയനോടൊക്കെ പറഞ്ഞേനെ. എൻ്റെ പേടി അത്രയും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന്, ആ നന്ദുവിനെ. അതിനെതിരാ നീ അവനിത്ര സസ്പെൻസ് ഇടുന്നത്? നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അവൾക്ക് നേരത്തെ തന്നെ അത് പറഞ്ഞുകൂടെ എന്ന് മുത്തശ്ശൻ ചോദിക്കുക ജാനകിയോടെ. അല്ലെങ്കിൽ തന്നെ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിൽ എന്താ കുഴപ്പമുള്ളതെന്ന് ചോദിച്ചു. അവളുടെ 2 ചേച്ചിമാർ ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് നിന്നെയൊക്കെ പേടിച്ച് ആ കൊച്ചി പരിസരത്തേക്ക് പോലും വരുന്നില്ല എന്നും മുത്തശ്ശി പറയാം. എൻ്റെ മോൻ്റെ കല്യാണം കഴിയുന്നത് വരെ അവൾ ഇങ്ങോട്ട് വരാത്തതാണ് നല്ലതെന്ന് ജാനകിയുടെ ഡയലോഗ്. അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. നന്ദി ആ കുട്ടിയുടെ മാന്യത കൊണ്ട് മാറി നിൽക്കുന്നതാണ്. അവളുടെ ചേച്ചിമാരെ കാണാൻ ഇങ്ങോട്ട് വരികയാണെങ്കിലേ ആർക്കും അത് തടയാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ചേച്ചിമാരെന്ന് എന്തിനാച്ചാ പറയുന്നത്? നവ്യയും അവളും ബദ്ധശത്രുക്കളല്ലേ എന്ന് ചോദിച്ചു. പിന്നെ വരുന്നെങ്കിൽ നയനയെ കാണാനല്ലേ അവൾ വരത്തുള്ളൂ എന്ന് ജലജ ചോദിക്കുമ്പം നയനയ്ക്ക് നന്ദുവിന് ജീവന, അതുപോലെ തന്നെയാണ് തിരിച്ചും. അപ്പോൾ അവർ ജീവനൊക്കെ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ മോനെ അവൾ സ്വാധീനിക്കാതിരുന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ജാനകി. അല്ലെങ്കിൽ തന്നെ അവൾക്കിപ്പോൾ നല്ല ആലോചനയല്ലേ വന്നിരിക്കുന്നത്, പിന്നെ എന്തിനാണ് അവളുടെ പിന്നാലെ അനി ഇങ്ങനെ നടക്കുന്നതെന്ന് ജലജ ചോദിക്കുക. സത്യം പറയാലോ അച്ഛാ, അനിക്ക് വട്ട് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അല്ലെങ്കിൽ അനാമികയുമായിട്ട് ബന്ധം പിരിഞ്ഞ സ്ഥിതിക്ക് അവന് നല്ല കുടുംബത്തിൽ നിന്ന് നല്ല പെൺകുട്ടികളെയൊക്കെ കിട്ടുന്നതായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നന്ദുവിനെന്താ കുഴപ്പമെന്ന് മുത്തശ്ശൻ ചോദിച്ചു. ജാനകി ഇങ്ങനെ തുറച്ചു നോക്കുക. പിന്നെ ഗോവിന്ദൻ്റെയും കനകയുടെയും എതിർപ്പ് അവഗണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ കൊച്ചുമോൻ്റെ ആഗ്രഹത്തിനൊപ്പം എനിക്ക് നിൽക്കാൻ കഴിയാതെ പോയത്. മനസ്സിലായോ നിനക്കൊക്കെയെന്ന് ചോദിച്ചു. അതിലെനിക്ക് ശരിക്കും വേദനയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ജാനകി ഉണ്ടക്കണ്ണ് മിഴിച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. എന്തായാലും വലിയ ഡയലോഗൊക്കെ അടിച്ച് അവിടെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീട്ടുമുറ്റത്തേക്ക് ഇതേ കാറ് വരുന്നു ആദർശിൻ്റെ. ആ കാറിൽ നിന്ന് അവരിറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നവ്യ അങ്ങോട്ട് സട്ടക്കുടഞ്ഞ് എഴുന്നേറ്റ് അങ്ങ് നിൽക്കുകയാണ്. ജാനകിയോ അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തി നമ്മുടെ മുത്തശ്ശൻ. കളി തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ നവ്യ. ഈ സമയത്ത് ആദർശും നയനിയും വണ്ടിയിൽ നിന്ന് ചന്തുമോളെ ഇറക്കി. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കും, ഇത് ആരാ ഇറങ്ങുന്നതെന്ന്. തൊട്ടു പിന്നാലെ നമ്മുടെ അനഘയും ഇറക്കി. അനഘ ഇറങ്ങിയത് കണ്ടപ്പോഴത്തേക്കും ജലജയുടെ ചങ്കങ്ങ് ഇടിപ്പങ്ങ് തുടങ്ങി. ചങ്ക് ഇടിച്ചിടിച്ചിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക കേട്ടോ. ജലജയ്ക്കാണ് ഇടിവെട്ട് പണി കിട്ടിയത്. ആ സമയത്ത് മുത്തശ്ശനും ഒക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നു. പെട്ടെന്ന് ചന്തുമോൾ ഓടി ദേവയാനിയുടെ അടുത്തേക്ക് വന്നു. ദേവയാനി മോളേന്നും പറഞ്ഞ് ചാടി എടുത്തു കൊച്ചിനെ. ആ സമയത്ത് അനഘ ഇങ്ങനെ പതുക്കെ നടന്ന് വരുക കേട്ടോ. അപ്പോൾ അത് ശരി, ഇവരായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ ഗസ്റ്റ് എന്ന് മുത്തശ്ശൻ ചോദിച്ചു ആദർശനോട്. അതെ മുത്തശ്ശാന്ന് പറഞ്ഞു. കുറച്ച് ദിവസം രണ്ടാളും ഇവിടെ താമസിച്ചിട്ട് പോട്ടെ എന്ന് കരുതി എന്ന് പറഞ്ഞു. അനഘ ഇങ്ങനെ നിലത്തേക്ക് തന്നെ നോക്കി ആരെയും നോക്കുന്നില്ല. അപ്പോൾ അതാ ഏതായാലും നന്നായി. മോൾക്കിപ്പോൾ നടക്കാൻ കഴിയുന്ന ആദർശവും പറഞ്ഞായിരുന്നു എന്ന കാര്യം പറയാം ദേവയാനിയും. ഇനിയിപ്പോൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ജലജയ്ക്ക് പേടിയായി തുടങ്ങി. ഡോക്ടർമാരെ പോലെ അത്ഭുതപ്പെടുത്തിയ മാറ്റമാണല്ലോ ഇപ്പം മോൾക്കുണ്ടായിരിക്കുന്നതെന്നും പറഞ്ഞു കേട്ടോ. നമ്മുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടുവെന്ന് വേണം പറയാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കുമ്പോൾ നവ്യ ഇറങ്ങി വരുന്നു. നവ്യ കണ്ടപ്പോഴത്തേക്കും ജലജ ഇന്നത്തെ ഗസ്റ്റുകൾ ആരാണെന്ന് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നവ്യ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അനഘ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നവ്യ ഇറങ്ങി വന്നിട്ട് എന്തിനാ ഇവളുമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഭയങ്കര അഭിനയം. അപ്പോൾ ആദർശം നയനയും ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ.
മനഃപൂർവ്വം എൻ്റെ അഭിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് എൻ്റെ വീടാണെന്നും ഇവിടേക്ക് ആരെ കൊണ്ടുവരണമെന്നും ഞാനാണ് തീരുമാനിക്കുന്നതെന്നും മുത്തശ്ശൻ അന്നേരം നവ്യയോട് പറഞ്ഞു. ഇവിടെ താമസിക്കാൻ യോഗ്യതയുള്ളവരാണ് അനഘയും ചന്തുമോളും. അതുകൊണ്ട് ചിലപ്പോൾ ഇവനിയുള്ള കാലം മുഴുവനും ഇവർ കഴിഞ്ഞെന്നും വരും. എന്താ കുഴപ്പമെന്ന് ചോദിച്ചു മുത്തശ്ശൻ നവ്യയോട്. അപ്പോൾ ഒരുത്തൻ മുകളിലുണ്ട്, അവനെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം. ഇനിയിപ്പോൾ എന്ത് വേണമെന്ന് അവൻ തീരുമാനിക്കട്ടെ എന്ന് നമ്മുടെ ജലജ. അതും പറഞ്ഞ് ജലജ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ദേ നയനെ അനഘ അവിടെ ഇരുത്ത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് നമ്മുടെ ആദർശ് അനഘ അവിടെ ഇരുത്തുന്നു. ചന്തുമോളെയും പിടിച്ചുകൊണ്ട് അവിടെ നമ്മുടെ ദേവയാനി നിൽക്കുന്നു. ജാനകിയും അവരെല്ലാവരും ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഭയങ്കര ദേഷ്യം ജാനകിക്കൊക്കെ. മോൾക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലേ എന്ന് അനഘയോട് ചോദിച്ചു ദേവയാനി. ഇല്ല, ഉടനെ അതിന് കഴിയുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് അന്നേരം പറയാം. അങ്ങനെ സംസാരിക്കട്ടെ, എന്നിട്ട് മോള് തന്നെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയട്ടെ എന്ന് മുത്തശ്ശൻ പറയുവാണേ. അനഘ അന്നേരം ഇങ്ങനെ മുത്തശ്ശനെ നോക്കി നിൽക്കുക. ഈ സമയത്ത് നിനക്കവരെ കാണണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ജലജ ചെന്ന് അബിയോട് ചോദിച്ചു. ആരെ അമ്മേ? അപ്പോൾ കാണാലോ, നീ താഴേക്ക് വരാൻ പറഞ്ഞു. ഇത്രയും നേരം ആദർശം നയനുമാണ് നമുക്ക് സസ്പെൻസ് തന്നുകൊണ്ടിരുന്നത്. ഇപ്പം അമ്മയും ആ പരിപാടി തുടങ്ങിയോ എന്ന് ചോദിച്ചു മകൻ. അല്ല, അങ്ങനെയുള്ള ആരെങ്കിലും ആണോ വന്നിരിക്കുന്നത്? നീ ഒന്ന് ആദ്യം താഴോട്ട് വാ, അപ്പോൾ കാണാലോ ആരാ വന്നിരിക്കുന്നതെന്ന്. എടാ, അമ്മമാരെ വേദനിപ്പിച്ച ഒരു കാരണവശാലും ദൈവം പൊറുക്കില്ലടാന്ന് പറഞ്ഞു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അത് നിനക്കിപ്പം മനസ്സിലാവും, നിങ്ങൾ വന്നേന്ന് പറഞ്ഞു. അമ്മേ എനിക്ക് പ്രശ്നമുള്ള ആരെങ്കിലും ആണോ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് ഞാനായിട്ട് പറയില്ല, വന്ന് കണ്ടാൽ മതി, നീ വരാൻ നോക്കുക എന്ന് പറഞ്ഞ് ജലജ പോകുമ്പോൾ അമ്മ ആരത് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. മോൻ പറയുന്നില്ല, വന്ന് കാണാനാ പറഞ്ഞത്, വാ ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോകണം. മോനെയും കൂട്ടി രണ്ടുപേരും കൂടി ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ അനഘയെ കണ്ടപ്പോഴത്തേക്കും വെള്ളിടി വെട്ടിയത് പോലെ ആയിപ്പോയി അബി. നോക്കടാ, നീ നോക്ക്, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അബി ഇങ്ങനെ അനഘയെ നോക്കുക. പേടിച്ചാരുണ്ട് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ നിൽക്കുന്നു. പേടി കാരണം ഒരു രക്ഷയില്ല, കൈയും കാലും വിറയ്ക്കുക. അപ്പോൾ നവ്യ, അബി നിന്നെ എന്നെയൊക്കെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി രണ്ടെണ്ണത്തിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് നവ്യ അബിയോട് പറഞ്ഞു. അബിയാണെങ്കിലും മിണ്ടാട്ടം മുട്ട ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മുത്തശ്ശൻ, എന്താടാ ഇവരിവിടെ വന്നതിൽ നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോടാ എന്ന് മുത്തശ്ശൻ ചോദിച്ചു കേട്ടോ. എനിക്കെന്നേരം അബിയെ തുറച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് മുത്തശ്ശൻ്റെ വീടാണെന്നും എൻ്റെ എതിർപ്പിനോട് പ്രസക്തി ഇല്ലല്ലോ എന്നും പറഞ്ഞു കേട്ടോ മോൻ. അപ്പോൾ എടാ നീയും കൂടെ പറയടാ, മോളോട് ഇറങ്ങിപ്പോകാൻ പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അന്നേരം. അങ്ങനെ അവൻ അവൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് ഈ വീട് വിട്ട് പോകേണ്ടി വരുമെന്നുള്ള കാര്യം മുത്തശ്ശൻ കള്ളക്കഥകൾ മഞ്ഞൊരുത്തിക്കും അവളുടെ മോൾക്കും നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം പോലും ഞങ്ങൾക്ക് ഇവിടെ ഇല്ലല്ലേ എന്ന് നവ്യ അന്നേരം ചോദിച്ചു. അന്നേരം ഒരിക്കലും ഇല്ല എന്ന് മുത്തശ്ശൻ. നവ്യയ്ക്കും കുഞ്ഞിനും ഈ വീട്ടിൽ കഴിയാൻ എല്ലാ അർഹതയും ഉണ്ട്. നിങ്ങളോട് ആരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറയുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ ഈ വീടിൻ്റെ രീതികൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരുവനല്ല. അതുകൊണ്ട് ഇവന് വേണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞു. അനഘയുടെ വരവ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ മോൻ്റെ പിന്നാലെ നിനക്കും പോകാൻ ജലജയെന്ന് പറഞ്ഞു. അപ്പോൾ ജലജ ഇങ്ങനെ നോക്കുക ഉണ്ടക്കണ്ണം മിഴിച്ച്. അതെ, മുത്തശ്ശനും മറ്റു ചിലർക്കും ഇഷ്ടമല്ലാത്ത എല്ലാവരും ഈ വീട് വിട്ട് പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഇവളെയും മോളെയും ആദർശേട്ടനും നയനയും കൂടി കൂട്ടിക്കൊണ്ട് വന്നത്. അതെനിക്ക് മനസ്സിലായെന്ന് നവ്യ. ഇവർ വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. ഇത് നിൻ്റെ ബുദ്ധിയാണോടി എന്ന് നവ്യ നയനോട് ചോദിക്കുമ്പം എൻ്റെ ബുദ്ധിയല്ല, ഞാനും ആദർശേട്ടനും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. കുറച്ച് ദിവസം അനഘയും ചന്തുമോളും ഇവിടെ നിൽക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴേ നീ ഇങ്ങോട്ട് പോകുന്നല്ലേ എന്ന് അനഘയോട് ചോദിക്കാൻ നവ്യ. എന്നിട്ട് നവ്യ നേരെ അനഘയുടെ അടുത്ത് നിന്നിട്ട് നാണോ മാനില്ലാത്ത വർഗ്ഗങ്ങൾ അനന്തപുരി തറവാട്ടിൽ കയറി പറ്റണമെന്നായിരുന്നില്ലേ നിൻ്റെ ആഗ്രഹം? അതിന് വേണ്ടിയിട്ടാണല്ലോ ആദർശേട്ടനെ വലയിലാക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിന്ന് പറയും. അയ്യോ, അബിയും ചലിച്ചും പേടിച്ച് വരച്ച് നിൽക്കാം. എന്നിട്ട് കഥകൾ മാറ്റാൻ നിന്നോട് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു നവ്യ. അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല ആരും. ഇയാൾ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ യഥാർത്ഥ കഥകൾ എന്താണെന്ന് ചേച്ചിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും അനഘ തന്നെയെന്ന് നവ്യയോട് നയനി അന്നേരം പറഞ്ഞു. ഇപ്പം പറഞ്ഞത് കേട്ടല്ലോ, കുറച്ചുകൂടി കഴിയുമ്പോൾ അനഘയ്ക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു എന്ന് കേട്ടതും അബിയുടെ ഉള്ള ജീവൻ അങ്ങ് കത്തിപ്പോയി. അബി ഇങ്ങനെ അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുക. ആ സമയത്ത് ഇവിടെ മാത്രമല്ല, കോടതിയിലും ചിലപ്പോൾ അനഘ സത്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വരും എന്ന കാര്യവും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അബിക്ക് നിൽക്കക്കള്ളിയില്ല. അപ്പം എന്ത് സത്യങ്ങൾ? ഇവള് പല കഥകളും ഉണ്ടാക്കി പറയുമായിരിക്കും. പക്ഷെ കോടതിയിൽ പറഞ്ഞാലേ എൻ്റെ അബിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കപ്പെടത്തുള്ളൂ. അത് നീ മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു നവ്യ. അപ്പോൾ നമുക്ക് നോക്കാം യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ദേവയാനിയും പറഞ്ഞു. മോളെ അനഘയും ചന്തുമോളെയും മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. നിലവാരമില്ലാത്ത സംസാരങ്ങൾ അവർ കേട്ടിരിക്കേണ്ടെന്ന് മുത്തശ്ശൻ. അങ്ങനെ അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ഇവർ മുറിയിലേക്ക് കയറി പോകുക കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ എന്താ ഇതൊക്കെയെന്ന് അഭി ചോദിക്കുമ്പോൾ അനഘയും ചന്തുമോളുള്ള ഈ വീട്ടിൽ നിൽക്കാൻ നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിക്കോ, നീ മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്താ ചാച്ചൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ജലജ.
ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം, നീ കൂടുതൽ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ മോൻ ഈ വീട് വിട്ട് പോകില്ല എന്നായി. അപ്പോൾ പോകുന്നെങ്കിൽ പോട്ടെ, അവനിപ്പോൾ കയറി ചെല്ലാൻ ഇടമുണ്ട്, അവൻ്റെ അച്ഛൻ്റെ വീടുണ്ട് അവനെന്ന് പറഞ്ഞപ്പോൾ ഏതച്ഛൻ? അങ്ങനൊരു അച്ഛൻ ഇവനില്ലാന്ന് അച്ഛൻ അറിയില്ലേന്ന് ചോദിച്ചു ജലജ. ഭൂമിയിൽ തെറ്റ് ചെയ്തവർ പെട്ടെന്ന് ഗ്രഹണം ബാധിക്കുവടി. ആ സമയത്ത് നീർക്കോലി കടിച്ചാലും വിഷം തീണ്ടുവെന്നാണ് പറയാറെന്ന് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു. എന്തായാലും അനഘയും ചന്തുമോളും അനഘയുടെ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടാകും. അതാണ് എൻ്റെയും നയനയുടെയും തീരുമാനമൊന്നും അതിന് മുത്തശ്ശനെതിരെ നിൽക്കില്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ ആദർശ് പറഞ്ഞു. ഈ വീടിനകത്ത് ആരൊക്കെ കഴിയണമെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിശ്ചയമുണ്ടെന്നും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളെന്നും മുത്തശ്ശൻ അന്നേരം പറയാം. പിന്നെ സഹിക്കാൻ കഴിയാത്തവർക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യാം, ആരും തടയില്ല എന്നും പറഞ്ഞു. അപ്പോൾ അമ്മ പേടിക്കണ്ട അമ്മേ, എനിക്കൊപ്പമാണ് അഭി പുറത്തേക്ക് വരുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ലാന്ന് നവ്യ ജലജയോട് പറഞ്ഞപ്പം എന്തു കുഴപ്പമില്ലാന്ന്? അവൻ പുറത്ത് പോയി കഴിഞ്ഞാലേ പിന്നെ അവൻ്റെ സ്വാതന്ത്ര്യമായി, അവൻ ആ ദുഷ്ടനെ കാണുമെന്ന് ജലജ പറയാം. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുക നവ്യ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പുറത്ത് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അഭിക്ക് ടെൻഷനായി, കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവനെ തടയണ്ട, പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന് നമ്മുടെ മുത്തശ്ശൻ. അപ്പോൾ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് പോകുന്നതാണെന്ന് ജാനകി പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു നാണക്കേടുമില്ല ജാനകി, അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതെ, സത്യം പറഞ്ഞവൻ ആദർശേട്ടൻ്റെ വിഴുപ്പല്ലേ ഇപ്പോൾ ചുമക്കുന്നത് എന്ന് നവ്യ ചോദിക്കുക. അപ്പോഴും ആദർശ് ചിരിച്ചു. നാണമില്ലേ നിങ്ങൾക്ക് ഇതുപോലുള്ള തരംതാണ കളികൾ കളിക്കാൻ എന്നീ നവ്യ ആദർശിനോട് ചോദിക്കുമ്പോൾ തരംതാണ കളികൾ കളിക്കുന്നത് ആരാണെന്ന് ഇവന് ശരിക്കും അറിയാം, അതുകൊണ്ടാണ് ഇവനൊന്നിനും പ്രതികരിക്കാതെ ഇവിടെ നിൽക്കുന്നത്. നിന്നോട് നിൻ്റെ അമ്മ സത്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ. അപ്പോൾ അതിന് കാരണമുണ്ട്, എനിക്ക് എൻ്റെ അബിയെ അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ടാണെന്ന് നവ്യ പറയാം. നിങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനും DNA ടെസ്റ്റ് നടത്തിയതാണ്. ഞങ്ങൾ ഡേവിഡ് സാറിനോടാണ് ഞാൻ ഈ കാര്യം ആദ്യം പറയുന്നതെന്ന് നവ്യ. അമ്മ ഇതെന്നോട് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് ഞാൻ DNA ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ചന്തുമോളുടെ അച്ഛൻ അബി അല്ല എന്ന് ഞാൻ അറിയുകയും ചെയ്തു എന്ന കാര്യം പറയാം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര അതുകൊണ്ട് കൂടുതൽ ആരും സംസാരിക്കേണ്ടെന്നും പറഞ്ഞു. അപ്പം മോനെ, ഇനി നീ കൂടുതലൊന്നും പറയണ്ട, നവ്യയുടെ വിശ്വാസം അതാണെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, കാലം എന്തായാലും അതിനൊക്കെ മറുപടി തരാതിരിക്കില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാലത്തിൻ്റെ ആ ഒരു മറുപടിയിൽ ആദർശേട്ടൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴും, അത് മുത്തശ്ശന് കാണേണ്ടതായിട്ടും വരും, അല്ലെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. നവ്യ അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ അബിയുടെ അടുത്ത് എന്നിട്ട് എന്താടാ കുന്തം വിഴിഞ്ഞതുപോലെ നീ നിൽക്കുന്നത്, അവൻ അതിനല്ലേ പറ്റുമെന്ന് ജാനകി ചോദിച്ചു. അന്നേരം അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പലരും എന്ന് നമ്മുടെ ആദർശ നേരം അബി അന്നേരം ഞെട്ടലോടെ ഇങ്ങനെ നോക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് തന്നെ ഞാൻ അവളെ കൊണ്ടുവന്നതെന്നും ഇനി കൊലയാളികൾ വരുന്നെങ്കിലേ ഇങ്ങോട്ട് വരട്ടെ എന്ന് ആദർശ് പറയട്ടെ. അപ്പോഴും അബി ഇങ്ങനെ ആദർശനെ തുറച്ചു നോക്കുക. പക്ഷേ ഈ വീടിനകത്ത് തന്നെ കൊലയാളികളുണ്ടല്ലോ എന്ന് മുത്തശ്ശൻ. അപ്പോൾ അവരെയൊക്കെ തടയാൻ നമുക്ക് പറ്റും മുത്തശ്ശ. അബി ഇങ്ങനെ നോക്കുക. അന്നേരം നിന്നെ ഞാൻ തീർക്കുവടാ എന്നുള്ളൊരർത്ഥത്തിൽ. സമയം അവർ റൂമിൽ ചെന്നു, അവരെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. അതിനുശേഷം പിന്നെ ഇവിടെ താമസിക്കുമ്പോൾ കിട്ടുന്ന സഹായങ്ങൾ മറ്റൊരിടത്ത് ചെല്ലുമ്പോഴും മോൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു ദേവയാനി. അപ്പോൾ അത് അനഘയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടമ്മേ. ഇങ്ങോട്ട് വരാൻ അനഘയ്ക്കാണെങ്കിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അനഘയുടെ ജീവിതം തകർത്ത് ഒരുത്താൻ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് നയന പറയാട്ടോ. പിന്നെ മോളിതൊക്കെ കേൾക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം ദേവയാനി പറയുന്നു ചന്തുമോളെ പറ്റി. ആ സമയം മോൾക്ക് ഇപ്പോൾ 2 അമ്മമാരല്ലേ, ഞാനും അനഘയും, അതുപോലെ മോളെ സ്നേഹിക്കുന്ന ഒരച്ഛനും ഉണ്ട് കേട്ടോ എന്ന് നമ്മുടെ നയന പറഞ്ഞു. അപ്പോൾ ഈ മുത്തശ്ശിയോ അതുമാത്രമാണോ? മുതുമുത്തശ്ശനും മുതുമുത്തശ്ശിയും ഒക്കെ ആയിട്ട് വേറെ 2 പേരില്ലേ ഇവിടെ നിന്ന് ചോദിച്ചു ദേവയാനി. അതുകൊണ്ട് എൻ്റെ സുന്ദരി കുട്ടിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊച്ചിനോട് വാതോരാതെ സംസാരിച്ചിട്ട് അവരോട് വിശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ അനഘയെ എടുത്ത് കയറ്റി കട്ടിലേക്ക് കിടത്തിയിട്ട് അവരങ്ങ് പോകാൻ നോക്കുക. അപ്പോൾ ആൻറ്റിയും താമോട്ടനുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും പേടിക്കാനില്ല, അവരെ 2 പേരെയും അവിടേക്ക് റെഡിയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം നയന. ഇപ്പം നോക്കുന്ന ഓമന ചേച്ചിയും അനഘ വരുന്നത് കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. അങ്ങനെ കുറച്ച് പേരരികിലുള്ളത് എന്തുകൊണ്ട് നല്ലതല്ലേ അമ്മയെന്ന് നയന പറഞ്ഞു. അപ്പം എന്തായാലും അവനൊന്ന് ഭയന്നിട്ടുണ്ടെന്നുള്ള കാര്യവും പറയുവാണ്. ഇനി ആ ഭയം അത് കൂടി വരുമെന്നും. അപ്പോൾ നമ്മളാരുമല്ല, അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അവൻ്റെ ശത്രു എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും. പിന്നെ കാണിക്കാൻ നമ്മുടെ നവ്യ കേട്ടോ. നവ്യ ഇങ്ങനെ അബിയുടെ അടുത്തേക്ക് ചെല്ലുക. അബി പേടിച്ച് വരച്ചിരിക്കുന്നു. എന്നെ മനഃപൂർവ്വം കരിവാരത്തേക്കാൻ വേണ്ടി തന്നെയാണ് അവളെ ആദർശ നയനും കൂടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്, അതിനൊരു മാറ്റവും ഇല്ല എന്ന് അബി. അനഘയോടും കുഞ്ഞിനോടും ആദർശ് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നും ആ ഒരു കറുത്തപാട് മായ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രമമെന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ ഈ അബി
നാളെ അനക്ക സംസാരിച്ച് തുടങ്ങിയ ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞാണെന്ന് പോലും പറയിക്കും ആദർശ്. നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോടാ, അതുകൊണ്ടല്ലേ ഞാൻ അവളെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ പ്രതികരിച്ചതെന്ന് നവ്യ ചോദിക്കുക. അന്നേരത്തേക്കും ജലജ എടാ എന്ന് വിളിച്ചങ്ങ് വന്നു. ഇതൊക്കെ എൻ്റെ പ്രാക്കാടാ, എൻ്റെ പ്രാക്ക്. നീ പോകാൻ പാടില്ലാത്ത ഒരുത്തൻ്റെ കൂടെ പോയില്ലേടാ, നാഗേന്ദ്രൻ എന്ന് പറയുന്നവൻ്റെ കൂടെ. അതിന് ദൈവം തന്ന ശിക്ഷയാടാ നിനക്കിതൊക്കെ എന്ന് ജലജ അവിയോട് പറയാം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് നവ്യ ചോദിച്ചു. അനക്കയായിട്ട് ഇവനൊരു ബന്ധവും ഇല്ല എന്ന് നവ്യ. പിന്നെ അനക്കയെ സ്നേഹിച്ചതും അവളെ വഞ്ചിച്ചതൊക്കെ ആദർശല്ലേ എന്ന് ചോദിച്ചു. അപ്പതേ മോൻ അമ്മയുടെ നേരെ ഇങ്ങനെ ഒരു നോട്ടം. ആ കുറ്റബോധമാണ് അയാളിപ്പോൾ ഈ രീതിയിലൊക്കെ തീർക്കുന്നത്. അതിനൊക്കെ കൂട്ടു നിൽക്കാനേ എൻ്റെ അനിയത്തിയെ എന്ന് പറയുന്ന ഒരുത്തിയുണ്ട്. എങ്ങനെയെങ്കിലും നീ അനക്കയും കുഞ്ഞിനെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് അഭി പറയുക. അവർ പുറത്താകുമെന്നൊന്നും എനിക്ക് തോന്നണില്ല എന്ന് ജലജ അന്നേരം പറഞ്ഞു. ചിലപ്പോൾ നിന്നെ ഇവിടെ നിന്ന് മുത്തശ്ശൻ പുറത്താക്കിയെന്ന് വരും, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിനക്കും കുഞ്ഞിനും ഇവൻ്റെ ഒപ്പം പോവുകയും ചെയ്യാം. അപ്പം ഞങ്ങളെന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത്? അല്ലെങ്കിൽ തന്നെ എന്തിൻ്റെ പേരില്ല ഇവനെ ഇവിടെ നിന്ന് ഇവൻ്റെ മുത്തശ്ശൻ പുറത്താക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുന്നു. എവിടെ നിന്ന് വലിഞ്ഞു കയറുമെന്ന് വരുത്തിക്കും അവളുടെ കുഞ്ഞിനും വേണ്ടി ഞങ്ങൾ ഈ വീട് വിട്ടു പോകണമെന്ന് നവ്യ ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല. കുറച്ച് ദിവസമായിട്ട് ഇവൻ്റെ പോക്ക് തീരെ ശരിയായിരുന്നില്ല. അതിന് കിട്ടിയ ശിക്ഷയാണെന്നാണ് പറയുന്നത്. ഇവൻ എന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നാഗേന്ദ്രനെ ഇവൻ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അത് സത്യമല്ല എന്നുള്ളത് എനിക്ക് അറിയാമെന്നും പറഞ്ഞിങ്ങനെ നീ അവനെ കാണാൻ ശ്രമിക്കും തോറും നിനക്ക് ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ദൈവം അതിനുള്ള അവസരം നിനക്ക് ഒരുക്കി തരും. അതുകൊണ്ട് ആരെ വേദനിപ്പിച്ചാലും അമ്മമാരെ വേദനിപ്പിക്കാതെ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ജലജ അങ്ങോട്ടേക്ക് പോയി. ജലജ ഇത്രയും പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പം നവ്യേ ഇനി നമ്മൾ വിചാരിച്ചാലും അനക്കയും ചന്തമോളെയും ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ല എന്നായി അഭി. രണ്ടാളെയും വേണ്ട, പക്ഷേ ഒരാളെ ഒഴിവാക്കിയേ പറ്റൂ, അനക്ക ഇവിടെ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചോ. അതിനുള്ള അവസരം ഒത്തുവരുമെന്ന് ഈ അഭി പറയാം. അതിന് നിന്നെ കൊണ്ടേ സാധിക്കൂ എന്നും നവ്യയോട് ഈ അഭി പറയുന്നു. ഏതു മാർഗം സ്വീകരിച്ചിട്ടാണെങ്കിലും അനക്ക ഇവിടെ നിന്ന് പോയിരിക്കണം. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയിരിക്കണം. അപ്പം നിന്നെപ്പോലൊരു ദുഷ്ടനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളടാ എന്ന് നവ്യ നിന്ന് ചിന്തിക്കുമോ. നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല അവളെ അങ്ങനെ ഒഴിവാക്കാമെന്ന് ഞാൻ ആലോചിക്കായിരുന്നെന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി ഞാൻ അച്ഛനോട് ചോദിക്കാം. അച്ഛനെ ബുദ്ധിരാക്ഷസനാ, അച്ഛൻ അതിനുള്ള വഴിയൊക്കെ ഉപദേശിച്ച് തരുമെന്നും അത് നീ ആരും അറിയാതെ അങ്ങ് നടപ്പിലാക്കിയാൽ മതിയെന്നും നവ്യയോട് പറയുക കേട്ടോ. അതും പറഞ്ഞ് അഭി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സമയത്ത് നമ്മുടെ നവ്യ ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കുക ഈ ദുഷ്ടനെ പറ്റിയുള്ള ആ ഒരു തിരിച്ചറിവില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും ടാറ്റാ.